അപൂർവം ഷാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വരുൺ എല്ലാ സത്യങ്ങളും എല്ലാവർക്കും മുമ്പിൽ വിളിച്ചു പറയുവാണ്. താൻ വിവാഹ ദിവസം താലി കിട്ടിയത് പ്രിയങ്കയുടെ കഴുത്തിലല്ല എന്നും മണ്ഡപത്തിൽ തൻ്റെ പിടുന്നത് രാധികയാണെന്നും രാധികയുടെ കഴുത്തിൽ തന്നെയാണ് താൻ താലി കിട്ടിയതെന്നും എല്ലാവർക്കും മുമ്പിൽ തുറന്നു പറയുവാണ് വരുൺ. അങ്ങനെ താൻ കിട്ടിയ താലി രാധിക ഇപ്പോഴും സൂക്ഷിക്കുന്നതും രാധികയുടെ ഉള്ളിൽ തന്നോടുള്ള പ്രണയം മാത്രമാണെന്നും തങ്ങൾക്ക് രണ്ടാൾക്കും ഒരിക്കലും മറക്കാൻ പറ്റില്ലെന്നും വരുൺ എല്ലാവർക്കും മുമ്പിൽ തുറന്നു പറയുവാണ്. എന്നിട്ട് രാധികയുടെ കഴുത്തിൽ കിടക്കുന്ന താലി അത് എല്ലാവർക്കും മുമ്പിലായിട്ട് കാണിച്ചു കൊടുക്കുവാണ് കേട്ടോ. അതെല്ലാം കണ്ട് വിശ്വസിക്കാനാവാതെ നിൽക്കുവാണ് പരമേശ്വരനും പത്മിനിയും ഒക്കെ. അങ്ങനെ എല്ലാം പറഞ്ഞ ശേഷം വരുൺ അച്ഛൻ്റെ അമ്മയുടെ അരികിലേക്ക് എത്തുവാണ്. ഞങ്ങൾ രണ്ടാളെ ഇവിടെ ആർക്കും അംഗീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വേണ്ട, ഇവളൊറ്റയ്ക്ക് എന്താണെങ്കിലും ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞയക്കില്ല. ഞങ്ങൾ രണ്ടാളും ഇപ്പം തന്നെ ഇവിടെ നിന്ന് പോയിക്കോളാം. അങ്ങനെ പറഞ്ഞ് രാധികയും കുട്ടി വരുൺ ഇറങ്ങാൻ തുടങ്ങുമായിരിക്കും. ഈ സമയത്താണ് പത്മിനി നേരെ അടുക്കളയിലേക്ക് പോയി ഒരു കത്തിയെടുത്ത് കഴുത്തിന് നേരെ പിടിച്ച് എല്ലാവരും ഭീഷണിപ്പെടുത്തുവാണ് കേട്ടോ. ഇത് കണ്ട് എല്ലാവരും ടെൻഷനാകുവാണ്. വരുണും പരമേശ്വരനും പ്രിയങ്കയെ എല്ലാവരും അമ്മയെന്നും പറഞ്ഞ് വിളിച്ച് പത്മിനിയെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ പത്മിനി പറയണേ, വേണ്ട, ഇവനെ പോലെ ഒരു മകനെ പ്രസവിച്ചതിൻ്റെ കൂലി അതായിട്ട് ഈ മരണം ഞാൻ കണ്ടോളാം. ഇനി ഞാൻ ഈ കാഴ്ചയെല്ലാം കണ്ട് ജീവിച്ചിരിക്കുമെന്ന് നിങ്ങളാരും കരുതണ്ട എന്നും പറഞ്ഞ് ആ കത്തി കൊണ്ട് കഴുത്ത് മുറിക്കാനായിട്ട് ശ്രമിക്കുമായിരിക്കും. ഈ സമയം ഇതെല്ലാം കണ്ട പരമേശ്വരനും മുത്തശ്ശി എല്ലാവരും ചേർന്ന് ആ കത്തിയൊക്കെ പിടിച്ചു വാങ്ങി താഴെയിടുവാണ്. അന്നേരം പത്മിനിയാണെങ്കിൽ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുവാണ്. വരുണിനോട് പറയണേ, നീ ഒരു കാലത്തും സമാധാനമായിട്ട് ജീവിക്കാമെന്ന് കരുതണ്ടടാ, നശിച്ചു പോകും നീ ഇവളും കൂടി ഒരിക്കലും സമാധാനത്തോടെ ജീവിക്കില്ല എന്നും പറഞ്ഞ് വരുണിനെയും രാധികയും ശാപം കൊണ്ട് മൂടുവാണ് കേട്ടോ. അതെല്ലാം കേട്ട് ആകെ തകർന്ന് തരിപ്പണമായി നിൽക്കുവാണ് രാധിക. വരുണിനും ആകെ സങ്കടമാകുവാണ്. അങ്ങനെ ചങ്കുപൊട്ടി രാധിക ആ രാത്രിയിൽ തന്നെ കണിമംഗലത്തിൻ്റെ പടിയിറങ്ങുവാണ്. അതെല്ലാം കണ്ട് നിസ്സഹായനായി അമ്മയുടെ ഭീഷണിയിൽ വരുണാണെങ്കിൽ വാതിൽക്കലവിടെ നെഞ്ചുപൊട്ടി രാധികയെ തന്നെ നോക്കി നിൽക്കുക. ഈ സമയം രാധികയും തിരിഞ്ഞ് വരുണിനെ നോക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു സീനൊക്കെയാണ് കേട്ടോ പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്